കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ വിട്ടുപോകാത്ത തരത്തിൽ ഒരിക്കൽ കൂടി സജീവ രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ശബരിമല സ്വർണ്ണമോഷണ കേസ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കെ.പി. ശങ്കർദാസിനും എൻ വിജയകുമാറിനും കൂടുതൽ കുരുക്കുമുറുകയാണ്. രണ്ടും LDFന്റെ മുതിർന്ന നേതാക്കന്മാരായിരുന്നു. ഇവർക്കെതിരെ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് നിർണായകമായിരിക്കുന്നത്. അവർ ഉണ്ടായിരുന്ന ബോർഡ് അറിഞ്ഞുകൊണ്ടാണ് എല്ലാം ചെയ്തത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതോടെ ഇനി അവരുടെ അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഇത് ഹൈക്കോടതിയും സൂചിപ്പിച്ചതാണ്. സ്വർണ്ണപ്പാളി കൈമാറാനുള്ള പത്മകുമാറിന്റെ തീരുമാനത്തെ ബോർഡ് അംഗീകരിച്ചതിനും തെളിവുകൾ കണ്ടെത്തിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇരുവരെയും പ്രത്യേകം പ്രതി ചേർക്കാനാണ് SIT ഇപ്പോൾ നീക്കം നടത്തി തുടങ്ങിയത്. ഇവരെ ഉടൻ ചോദ്യം ചെയ്യും. നേരത്തെ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ പത്മകുമാർ ഒറ്റക്കാണ് എല്ലാ തീരുമാനവും എടുത്തത് എന്നും തങ്ങൾക്കറിയില്ല എന്നുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ബോർഡാണ് തീരുമാനമെടുത്തത്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിക്കും ബല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും മുന്നേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴാണ് പത്മകുമാർ ഒറ്റക്കെടുത്ത തീരുമാനമായിരുന്നില്ല എന്നും അന്നത്തെ ബോർഡ് അംഗങ്ങളായ കെ.പി. ശങ്കർദാസിനും വിജയകുമാറിനും ഈ സ്വർണ്ണ കൈമാറ്റത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നുവെന്നും പോറ്റി പറഞ്ഞിരിക്കുന്നത്. മൂവരും ചേർന്നെടുത്ത ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനമാണ് തനിക്ക് പാളികൾ കൈമാറാനുള്ള തീരുമാനമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതോടെ ബാക്കിയുള്ള 2 LDF നേതാക്കന്മാരും അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. ഇക്കാര്യം പത്മകുമാറും നേരത്തെ മൊഴി നൽകി. താൻ ഒറ്റക്കല്ല തീരുമാനമെടുത്തത്, അതൊരു കൂട്ടുത്തരവാദിത്തമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതോടെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഉന്നതരിലേക്ക് വ്യാപിക്കാൻ ഒരുങ്ങുന്നു എന്ന് പ്രത്യേക അന്വേഷണ സംഘം സൂചനയും നൽകി. അന്വേഷണം മന്ദഗതിയിലായതിനാൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം SITക്കെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ മാസം 5-ാം തീയതിക്ക് ശേഷം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല എന്ന് ഹൈക്കോടതി അറിയിച്ചതിന് ശേഷം SIT സംഘം വലിയ പരിഭ്രാന്തിയിലാണ്. അതുകൂടാതെ അന്വേഷണം EDക്കും കൈമാറിയിട്ടുണ്ട്. അതോടുകൂടി SIT രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള വ്യക്തമായ ബോധ്യം കേരള സമൂഹത്തിനു കൂടി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അയ്യപ്പ വിശ്വാസി സമൂഹത്തിനും കൂടി വന്നതോടെ SITക്കുള്ള വിശ്വാസത നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നേതാക്കന്മാരുടെ അറസ്റ്റിന് കളമൊരുങ്ങിയിരിക്കുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ 1-2 പേർ അറസ്റ്റിലായപ്പോൾ തന്നെ കേരളത്തിലെ CPMന്റെയും ഇടതുമുന്നണിയുടെയും എല്ലാ അടിത്തറയും ഇടിഞ്ഞു വീണപ്പോൾ ഇനി ബാക്കിയുള്ള നേതാക്കൾ കൂടി അറസ്റ്റിലാകുന്നതോടെ LDFന്റെ ഭാവി ഇതോടുകൂടി അസ്തമിക്കുമെന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നും EDയും SITയും അതിനു മുകളിൽ ഹൈക്കോടതിയും നിന്ന് ഈ കേസിനെ നോക്കിക്കാണുമ്പോൾ ഇത് എല്ലാ കൊള്ളക്കാരെയും അറസ്റ്റ് ചെയ്ത് തുറങ്കലടച്ചതിന് ശേഷമേ അന്വേഷണം നിർത്തുകയുള്ളൂ എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് നമുക്ക് നൽകുന്നത്.